ഒരു ദിവസം അമേരിക്കയെ ലക്ഷ്യമാക്കിയിട്ട് ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള മിസൈൽ വരികയാണ്. സോ ഇതിന്റെ പിന്നിൽ ആരാണെന്നൊന്നും അറിയത്തില്ല. സോ അത്തരത്തിലുള്ള ഒരു പ്രിമൈസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഹൗസ് ഓഫ് ഡൈനമൈറ്റ്. 2025 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. കാതറിൻ ബിഗലോ ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കിഡിലൻ സിനിമയാണ്. കിഡിലൻ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. സോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് അങ്ങനെ അധികം ആൾക്കാർ പറഞ്ഞെങ്കിലും കേട്ടിട്ടില്ല. കിഡിലൻ സിനിമയാണ്. സോ ഇതിന്റെ സ്റ്റോറി വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ റിയലിസ്റ്റിക്കും അതുപോലെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ടെൻഷനും ഒക്കെ ത്രൂ ഔട്ട് സിനിമയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ കാസ്റ്റിന്റെ പെർഫോമൻസും കിഡിലാണ്. റെബേക്ക ഫെർഗ്യൂസൺ, ഇഡ്രിസ് എൽബ, അങ്ങനെ കുറെ പേര് ഈ സിനിമയിലുണ്ട്. എല്ലാവരും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. സോ ഇതിനകത്ത് അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ കാമായിട്ടൊക്കെയാണ് ഈ ഇത്തരത്തില് ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുന്നെങ്കിലും അവരുടെ ആ ഒരു ഉള്ളിലെ ആ ഒരു ആ ഒരു പേടി നമുക്ക് ശരിക്കും മനസ്സിലാവും. സോ കിഡിലൻ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി മെയിൻലി 3 പെർസ്പെക്റ്റീവിലൂടെയാണ് പറയുന്നത്. കൺട്രോൾ റൂം, അതുപോലെ ഈ മിലിറ്ററി ബേസ്, പിന്നെ പ്രസിഡന്റ് ലെവല്. സോ ഈ 3 പേരുടെയും ഈ 3 സ്ഥലങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. സോ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പസിലിൽ അകപ്പെട്ട ഒരു ഫീൽ കിട്ടും. സോ അത് തന്നെ നമുക്ക് ആ ഒരു ത്രില്ലിങ്ങും അതുപോലെ ആ ഒരു ടെൻഷനും ഒക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ സിനിമയിൽ നല്ല രീതിയിൽ ഇമോഷൻ ഉണ്ട്. സോ ഈ മിസൈല് ഒരു ചിക്കാഗോ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് മിസൈല് വരാൻ പോകുന്നത്. സോ ഇത് അറിയുന്ന ഒരു ഡിഫൻസ് ഓഫീസർ, പുള്ളിയുടെ മോൾ അവിടെ ഉണ്ടെന്ന് അറിയുന്നു. സോ പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണും കാര്യങ്ങളും ഒക്കെ കാണിക്കും. സോ ഏത് രീതി നോക്കിയാലും കിഡിലൻ സിനിമയാണ്. വലിയ CGI പരിപാടി ഒന്നുമില്ല. കംപ്ലീറ്റ് ഈ എങ്ങനെ ഇവർ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു അങ്ങനെയുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു മിസൈലിനെ ഇവര് തകർക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഫെയിൽ ആയി പോകുന്നുണ്ട്. സോ ഈ ഒരു സിനിമ ബേസിക്കലി ഇത്തരത്തിലുള്ള ഒരു സിനിമയൊക്കെ വരുമ്പോൾ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും സിനിമ കൊണ്ട് തീർക്കുക. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെയല്ല. ഈ ഒരു സിനിമ മെയിനായിട്ടും സിസ്റ്റത്തിന്റെ ഫെയിലിയറും അതുപോലെ ഹ്യൂമൻസിന് ഡിസിഷൻ എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെയാണ് ഈ സിനിമ മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമ ഒരു 2 മണിക്കൂർ താഴെ ഉള്ളൂ ഇതിന്റെ ഡ്യൂറേഷൻ. പക്ഷെ നമുക്ക് നല്ല കിഡിലൻ ഒരു വാച്ചാണ് ഈ സിനിമ തരുന്നത്. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിന് പ്രോപ്പർ ആയിട്ടൊരു എൻഡിങ് ഇല്ല. ഡയറക്ടർ ഒരു പ്രോപ്പർ ആയിട്ട് എൻഡിങ് ഇല്ലാതെയാണ് ഈ സിനിമ തീർത്തിരിക്കുന്നത്. നമുക്ക് ഈ ന്യൂക്ലിയർ വാർ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു എൻഡിങ് തീർക്കുന്നത്. സോ ഈ ഒരു മിസൈൽ അവിടെ വന്ന് ഹിറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവര് അതിനെ തിരിച്ച് ആക്രമിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും ഈ സിനിമയെ കാണിക്കുന്നില്ല. സോ സിനിമ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ന്യൂക്ലിയർ വാർ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും വിജയിക്കത്തില്ല. സോ നമ്മളിപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നത് നമ്മുടെ ലക്കാണ്, എപ്പോൾ വേണേലും ഇത് മാറാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. കിഡിലൻ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഹൗസ് ഓഫ് ഡൈനമൈറ്റ് എന്നാണ് ഈ സിനിമയുടെ പേര്. സോ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.